മാതർമേ മധുകൈടഭഗ്നി महिषप्राणापहारोद्यमे हेलादर्मितधूम्रलोचनवते हे चण्डमुण्डार्दिनी निःशेषीकृतरक्तबीजतनुजे नित्ये निसुम्भापहे സുംഭധ്വംസിനി സംഹരാശുദുരിതം ദുർഗേ നമസ്തേംബികേ. ദേവീമാഹാത്മ്യത്തിൽ തുടരുകയാണ്. ഈ രക്തബീജൻ്റെ രക്തം ഭൂമിയിൽ വീണ് അതിൽ നിന്നുണ്ടായ അനവധി അസുരന്മാരുണ്ടായി. രക്തബീജന് തുല്യമായിട്ടുള്ള ശരീരവും ശക്തിയും ഒക്കെ ഉള്ളതായിട്ടുള്ള അനവധി അസുരന്മാരുണ്ടായി. ആ അസുരന്മാരെ കൊണ്ട് ഭൂമി വ്യാപിച്ചു, മുഴുവൻ വ്യാപിച്ചു എന്ന് പറഞ്ഞു. അത് കണ്ടപ്പോൾ ദേവന്മാർക്കൊക്കെ പരിഭ്രമായി, എല്ലാവർക്കും പരിഭ്രമായിട്ട് അവർ ആകാശത്ത് നിന്ന് ഇങ്ങനെ പറഞ്ഞടങ്ങി എന്നാണ് പറയണത്. തതോ ബഭാഷിരേന്യോന്യം ദിവ്യവിമാനകാ നേദൃശ സംബഭൂവ ഭവിതാവാ മഹാസുരഃ. തതഃ ബഭാഷിരേ അന്യോന്യം ബഭാഷിരേ. ആകാശത്ത് വിമാനങ്ങളിൽ ദിവ്യവിമാനഗാഹ, ദിവ്യങ്ങളായിട്ടുള്ള വിമാനങ്ങളിൽ സഞ്ചരിക്കുന്നതായിട്ടുള്ള ദേവന്മാർ അന്യോന്യം ബഭാഷിരേ അന്യോന്യം ബഭാഷിരേ അന്യോന്യം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? എന്നുവെച്ചാൽ ഈദൃശ സംബഭൂവ, ഇപ്രകാരമുള്ള ഒരു അസുരൻ നച സംബഭൂവ ഉണ്ടായിട്ടില്ല. ഇങ്ങനെ ഒരാൾ ഇതുവരെ ഉണ്ടായിട്ടില്ല. നച സംബഭൂവ. ഇനി ഭവിതാവാ, ഇനി ഉണ്ടാവൂല്ല. ഭവിതാവാ, ഉണ്ടാവുകയുമില്ല. മഹാസുരഃ, ഇപ്രകാരമുള്ള ഒരു മഹാസുരൻ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവുകയുമില്ല. ന സാമ്പ്രതം വാ ജഗതി രക്തബീജമൃതേ സുരം. സാമ്പ്രതം വാ, ഇപ്പോഴും ഇല്ല. ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവൂല്ല, ഇപ്പോഴും ഇല്ലതാനും എന്നാണ്. ന സാമ്പ്രതം വാ ജഗതി, ഈ ലോകത്തിൽ സാമ്പ്രതം വാ, ഇപ്പോഴും ഇല്ല. രക്തബീജനല്ലാതെ കണ്ട് ഇങ്ങനെ ഒരു അസുരൻ ഉണ്ടായിട്ടില്ല. അസുരം രക്തബീജം ഹൃതേ, അസുരനായിട്ട് രക്തബീജനെ കൂടാതെ, ഹൃതേ എന്നുള്ളത് കൂടാതെ എന്നുള്ള അർത്ഥമാണ്. രക്തബീജം ഹൃതേ, രക്തബീജനെ കൂടാതെ, രക്തബീജനല്ലാതെ കണ്ട് ഇങ്ങനെ ഒരു അസുരൻ ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനി ഉണ്ടാവൂല്ല, ഇപ്പം ഇല്ലതാനും എന്നുള്ളതാണ്. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട്വാ ചണ്ഡികോപേത്യ സത്വരം ഉവാച കാളീം ചാമുണ്ടേ വിസ്തീർണം വദനം കുരു. താൻ വിഷണ്ണാൻ സുരാൻ ദൃഷ്ട്വാ, വിഷണ്ണരായി നിൽക്കുന്ന ആ സുരന്മാരെ കണ്ടിട്ട്, ദൃഷ്ട്വാ കണ്ടിട്ട്, ആരെ? വിഷണ്ണാൻ സുരാൻ, വിഷണ്ണരായി നിൽക്കുന്ന ആ ദേവന്മാരെ, സുരാൻ ദൃഷ്ട്വാ, ദേവന്മാരെ കണ്ടിട്ട്, ചണ്ഡികാദേവി ഉപേത്യ കാളീം ഉപേത്യ, കാളിയെ സമീപിച്ചിട്ട്, കാളി എന്ന് പറഞ്ഞാൽ ചണ്ഡികയുടെ തന്നെ ഫാലത്തിൽ നിന്നുണ്ടായതാണ്, നെറ്റിത്തറത്തിൽ നിന്നുണ്ടായതാണ്. ആ കാളിയുടെ അടുത്തേക്ക് ചെന്നിട്ട് പറഞ്ഞു, എന്താണ്? കാളീം ഉപേത്യ, കാളിയെ സമീപിച്ചിട്ട് ചണ്ഡിക സത്വരം ഉവാച, വേഗം പറഞ്ഞു. എന്താണ് പറഞ്ഞത്? വിസ്തീർണം വദനം ഗുരു ചാമുണ്ടേ, അല്ലയോ ചാമുണ്ട എന്നുള്ള പേര് വന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. ചണ്ടുമുണ്ടന്മാരെ കാളിയാണ് വസിച്ചത്. അപ്പം അതുകൊണ്ട് ആ ചാമുണ്ട എന്നുള്ളതായിട്ടുള്ള പേര് പ്രസിദ്ധമായി തീരട്ടെ എന്ന് ദേവി പറയുണ്ടായിട്ടുണ്ട്. അപ്പോൾ ദേവി എന്നെ വിളിക്കുകയാണ് ചാമുണ്ടേ എന്ന്. അല്ലേ, ചാമുണ്ടേ, ഹേ ചാമുണ്ടേ, വിസ്തീർണം വദനം ഗുരു, എൻ്റെ വദനം അങ്ങോട്ട് വലുതാക്കൂ, വദനം, എൻ്റെ മുഖം, വായ വളരെ വലുതാക്കി തീർക്കൂ എന്നുള്ളതാണ്. എന്തിനാണത്? മത്ശസ്ത്രപാത സംഭൂതാത് രക്തബീജാത് മഹാസുരാത് രക്തബിന്ദൂൻ പ്രതീച്ഛത്വം വക്ത്രേണാനേന വേഗിന. മത്ശസ്ത്രപാത സംഭൂതാത്, എൻ്റെ ശസ്ത്രപാതത്തിൽ നിന്ന്, എൻ്റെ ശസ്ത്രങ്ങളെ കൊണ്ട് പ്രഹരിക്കുമ്പോൾ ഉണ്ടാകുന്നതായിട്ടുള്ള സംഭൂതമായിട്ടുള്ള, അതിൽ നിന്ന് ഉണ്ടാകുന്നതായിട്ടുള്ള രക്തബീജത്തിൽ നിന്ന് മഹാസുരനായിട്ടുള്ള രക്തബീജനിൽ നിന്ന് ഒഴുകുന്നതായിട്ടുള്ള, രക്തബീജനിൽ നിന്നുണ്ടായിട്ട് എൻ്റെ ശസ്ത്രം കൊണ്ട് മുറിവേറ്റ രക്തബീജനിൽ നിന്നുണ്ടാകുന്നതായ രക്തബിന്ദുക്കളെ, എത്ര രക്തം വാർന്നു പോകുന്നുണ്ടോ അത് മുഴുവനെ എന്താണ്? രക്തബിന്ദൂൻ പ്രതീച്ഛത്വം, നീ സ്വീകരിക്കണം, ആ രക്തബിന്ദുക്കളെയൊക്കെ സ്വീകരിക്കണം. എന്തുകൊണ്ടാണ് സ്വീകരിക്കേണ്ടത്? വക്ത്രേന അനേന വേഗിന, വേഗതയുള്ള ഈ മുഖം കൊണ്ട്, ഈ വായ കൊണ്ട്
എൻ്റെ വായ വലുതാക്കാൻ പറഞ്ഞല്ലോ, ആ വായിലേക്ക് ഈ ഒഴുകുന്നതായിട്ടുള്ള രക്തം മുഴുവൻ സ്വീകരിക്കണം എന്നുള്ളതാണ്. ഞാൻ രക്തബീജനെ പ്രഹരിക്കുന്നതായിട്ടുള്ള അവസരത്തിൽ ഒഴുകുന്നതായിട്ടുള്ള രക്തം മുഴുവൻ എൻ്റെ വായിലാക്കണം എന്നാണ്. ഭൂമിയിൽ വീഴാണ്ട് നോക്കണം എന്ന്. ഭൂമിയിൽ വീണാൽ അസുരന്മാരുണ്ടാവും. അപ്പോൾ ഭൂമിയിൽ വീഴാതെ കണ്ട് അതൊക്കെ വായിലേക്ക് ആക്കിക്കോളൂ എന്ന് പറയാണ്. ആ രക്തബീജൻ്റെ ദേഹത്തിൽ നിന്ന് വീഴുന്നതായിട്ടുള്ള രക്തം മുഴുവൻ വായിലാക്കാനാണ് പറയണത്. അതിനാണ് വായ വലുതാക്കാൻ പറഞ്ഞത്. ഇനി ഭക്ഷയന്തീ ചരരണേ തതുൽപ്പന്നൻ മഹാസുരൻ ഏവമേഷക്ഷയം ദൈത്യ ക്ഷീണരക്തോ ഗമിഷ്യതി. ഭക്ഷയന്തീ ചരരണേ, ഇനി ഭക്ഷിച്ചുകൊണ്ട് ആ രണഭൂമിയിലേക്ക് ഇങ്ങനെ സഞ്ചരിച്ചോളൂ എന്ന് പറയാണ്. എന്താണ് ഭക്ഷിക്കേണ്ടത്? തതുൽപ്പന്നാൻ മഹാസുരാൻ, ആ രക്തബീജൻ്റെ രക്തത്തിൽ നിന്ന് ഉണ്ടായതായിട്ടുള്ള അസുരന്മാരെ ഭക്ഷിച്ചുകൊണ്ട്, ഇപ്പം തന്നെ കുറേ പേരുണ്ടായിട്ടുണ്ടല്ലോ, ആ അസുരന്മാരെയൊക്കെ ഭക്ഷിച്ചുകൊണ്ട് അങ്ങനെ ഭൂമിയിൽ, രണഭൂമിയിൽ, ഈ യുദ്ധഭൂമിയിൽ നടന്ന് ഇവരെയൊക്കെ ഭക്ഷിച്ചോളാൻ പറയാണ്. ഭക്ഷയന്തി ചര സഞ്ചരിക്കൂ, രണത്തിൽ, രണഭൂമിയിൽ സഞ്ചരിച്ചോളാൻ. തതുൽപ്പന്നാൻ മഹാസുരാൻ, എന്തിങ്ങനെയാണ്? തതുൽപ്പന്നന്മാരായിട്ടുള്ള രക്തബീജനിൻ്റെ രക്തത്തിൽ നിന്നുണ്ടായതായിട്ടുള്ള അസുരന്മാരെ ഭക്ഷയന്തി, ഭക്ഷിച്ചുകൊണ്ട് ഈ രണഭൂമിയിൽ സഞ്ചരിച്ചോളൂ. ഏവമേഷ ക്ഷയം ദൈത്യ ക്ഷീണരക്തോ ഗമിഷ്യതി. ഇപ്രകാരം ക്ഷീണരക്ത, രക്തം മുഴുവൻ വാർന്നുപോയതായിട്ടുള്ള അസുരൻ ക്ഷയം യാസ്യതി, ഏവമേഷ ക്ഷയം ഗമിഷ്യതി, ക്ഷയത്തെ പ്രാപിക്കും, ഇല്ലാതാവും. പിന്നെ രക്തം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ ഈ രക്തബീജൻ ഇല്ലാതെ കണ്ടാവും. രക്തം വാർന്നു പോകണം എന്നുള്ളതിനൊക്കെ അതൊന്നും വേറെ ഉണ്ടാവാൻ സമ്മതിക്കരുത്. അതിനു മുമ്പ്, ഭൂമിയിൽ വീഴുന്നതിന് മുമ്പ് ആ രക്തമൊക്കെ പാനം ചെയ്യണം. ഇപ്പം ഉണ്ടായിട്ടുള്ള അസുരന്മാരെയൊക്കെ ഭക്ഷിക്കുകയും ചെയ്തോളൂ. അങ്ങനെ രക്തം മുഴുവൻ വാർന്നു പോയി കഴിഞ്ഞാൽ അസുരൻ മരിക്കും. രക്തബീജൻ്റെ ഉണ്ടായിട്ടുള്ളതായിട്ടുള്ള അസുരന്മാരെയൊക്കെ കാളി ഭക്ഷിക്കുകയും ചെയ്യണം. അപ്പോൾ ആരും ഇല്ലാണ്ടാവും എന്നുള്ളതാണ്. ഭക്ഷ്യമാണാസ്ത്വയാ ചോഗ്രാ നോൽപശ്യന്തി പാശാവരേ ഇത്യുക്ത്വാ താം തതോ ദേവി ശൂലേനാഭിജഘാന തം. ഭക്ഷ്യമാണാസ്ത്വയാ, ത്വയാ ഭക്ഷ്യമാണാഹ, നിന്നാൽ ഭക്ഷിക്കപ്പെടുന്നവരായിട്ട്, അതായത് അസുരന്മാരെയൊക്കെ ഭക്ഷിച്ചു കഴിയുമ്പോൾ, ഉഗ്രന്മാരായിട്ടുള്ള അവരെയൊക്കെ അങ്ങനെ ഭക്ഷിക്കും. അത് കഴിഞ്ഞാൽ ഉൽപ്പത്സ്യന്തി അപരേ, വേറെ ഉണ്ടാവില്ല. എന്താ രക്തം മുഴുവൻ കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ രക്തം ചോട്ടിലേക്ക് വീഴില്ലല്ലോ. അപ്പോൾ വേറെ സൗസുരന്മാരോട്ട് ഉണ്ടാവില്ല, ഉള്ളവരെയൊക്കെ നീ ഭക്ഷിക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഇത്യുക്തുവ എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ കൽപ്പിച്ചു. അങ്ങനെ വേറെ ഇവരെയൊക്കെ ഭക്ഷിച്ചോളാനും രക്തം മുഴുവൻ കുടിച്ചോളാനും കൽപ്പിച്ചു കഴിഞ്ഞിട്ട്, ഇത്യുക്തുവ ഇപ്രകാരം പറഞ്ഞിട്ട്, താം ആ കാളിയോട് ഇപ്രകാരം പറഞ്ഞിട്ട്, തതഹ ദേവി, അനന്തരം ആ ദേവി, ചണ്ഡികാദേവി ശൂലേന അഭിജഘാന തം ആ അസുരനെ, രക്തബീജനെ ശൂലേന അഭിജഘാന, തൻ്റെ ശൂലം കൊണ്ട് പ്രഹരിച്ചു, അടിച്ചു എന്നുള്ളതാണ്. ശൂലം കുത്തി എന്നുള്ളതാണ്. സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ.